പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന ഒരു പരിപാടി കുറെ നാളുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. അത് കുറച്ച് കടുത്തു വരുന്നത് ഇപ്പോഴാണ്. പ്രധാനമായും ഇത്തരത്തിൽ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് കൂറുമാറുന്നു എന്ന തരത്തിലേക്കുള്ള വലിയൊരു നാണക്കേട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുവാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിലും അതിന്റെ ചില കാറ്റ് വീശി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. BJP-യിലേക്ക് ചേക്കേറുന്നത് BJP-ക്ക് ഗുണവും കോൺഗ്രസിന് ദോഷവും LDF-ന് ഒരു വലിയ പോരാട്ട ആയുധവുമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു കാരണമായിരുന്നു. ഇവിടെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് പോകുന്നു. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. ഇവരൊക്കെ എല്ലാവർക്കും കോൺഗ്രസ് നൽകിയിരുന്ന പദവികളും അത്രമേൽ വലുതായിരുന്നു. MLA ആയി സീറ്റിലേക്ക് മത്സരിക്കുവാനുള്ള അവസരം, KTDC-യുടെ ചെയർമാനായുള്ള അവസരം, KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുവാനുള്ള അവസരം, അങ്ങനെ നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് പത്മജ വേണുഗോപാലിന്. സോഷ്യൽ മീഡിയയുടെ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് നിലവിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്ന നേതാക്കന്മാർക്കെല്ലാം കോൺഗ്രസ് നൽകിയിരുന്നത് വലിയ പദവികളായിരുന്നു. ഏറ്റവും ഒടുവിൽ കമൽനാഥ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും BJP-യിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ വരെ പരന്നു. ഇതിനെ ദേശീയ തലത്തിൽ ചെറുത്തു നിർത്തുവാൻ കഴിയുന്ന വലിയ ആയുധങ്ങളൊന്നും കോൺഗ്രസിനുണ്ടായിരുന്നില്ല. ചില BJP നേതാക്കന്മാർ, BJP MP-മാർ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതൊഴികെ മറ്റൊരു ആയുധവും ഇതിനെതിരായി പ്രയോഗിക്കുവാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചില്ല. ഇവിടെ കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് അന്തിച്ചർച്ചയിൽ അടക്കം അല്ലെങ്കിൽ പല പൊതു ഇടങ്ങളിലും കോൺഗ്രസിന് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. അത് കാര്യമായ രീതിയിൽ തന്നെ മുക്കിലും മൂലയിലും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഒരു ചർച്ചാ വിഷയമാക്കുവാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് കാര്യമായി മുൻപോട്ട് വയ്ക്കുവാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേവികുളം MLA S രാജേന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ അംഗത്വം നിഷേധിച്ചിരിക്കുന്നു. അദ്ദേഹം BJP-യിലേക്ക് പോകുവാൻ സാധ്യതകൾ ഏറെയാണ് എന്ന വാർത്തയായിരുന്നു. S രാജേന്ദ്രൻ തന്നെയാണ് താൻ ഇത്തരത്തിൽ BJP-യിലേക്ക് പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചനയും മാധ്യമങ്ങൾക്ക് നൽകിയത്. S രാജേന്ദ്രൻ BJP-യിലേക്ക് പോയിരുന്നുവെങ്കിൽ, ദേവികുളം MLA ആയിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന S രാജേന്ദ്രൻ BJP-യിലേക്ക് പോയിരുന്നുവെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത ആയുധമായി ഇടതുപക്ഷത്തിനെതിരായി പ്രയോഗിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്. BJP നേതാക്കന്മാർ താനുമായി ചർച്ച നടത്തിയിരുന്നു എന്നതടക്കമുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ S രാജേന്ദ്രൻ തുറന്നു പറഞ്ഞിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ A രാജയ്ക്കെതിരായി S രാജേന്ദ്രൻ കാര്യമായ രീതിയിലുള്ള രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായാണ് അല്ലെങ്കിൽ താക്കീതായാണ് അല്ലെങ്കിൽ ഒരു ശിക്ഷയായിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ദേവികുളം മുൻ MLA ആയ S രാജേന്ദ്രനെ തേടി BJP-യുടെ നേതാക്കന്മാരെത്തി. അദ്ദേഹവുമായി തുറന്ന ചർച്ചകൾ നടത്തി. താനുമായി BJP നേതാക്കന്മാർ ചർച്ചകൾ നടത്തിയെന്നും വേണ്ടി വന്നാൽ ചിലപ്പോൾ BJP-യിലേക്ക് താൻ പോകേണ്ടി വരുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ അദ്ദേഹം നൽകിയത് LDF പാളയങ്ങൾ ഉണ്ടാക്കിയ ഒരു വേദന ചെറുതൊന്നുമല്ല. കോൺഗ്രസ് നേതാക്കന്മാർ അത് കൃത്യമായ രീതിയിൽ പൊതുവിടങ്ങൾ ചർച്ചയാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ S രാജേന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ വിട്ട് എങ്ങോട്ടും താൻ പോകുന്നില്ല എന്നും തന്റെ സസ്പെൻഷൻ പിൻവലിക്കുവാൻ പാർട്ടി തയ്യാറായതോടുകൂടി താൻ തന്റെ ഇടതുപക്ഷത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കുവാൻ പോവുകയാണ് എന്നും ദേവികുളത്തെ മുൻ MLA ആയ S രാജേന്ദ്രൻ അറിയിച്ചിരിക്കുകയാണ്. S രാജേന്ദ്രൻ കൂറുമാറുമോ എന്നുള്ളത് രാഷ്ട്രീയ പോർമുഖങ്ങളിൽ കാര്യമായ ചർച്ചയായപ്പോൾ ഇന്നലെ ഇടുക്കിയിലെ CPM-ന്റെ മുതിർന്ന നേതാവും MLA-യുമായ MM മണി അടക്കം CV വർഗീസ് അടക്കമുള്ള ഇടുക്കിയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി ചർച്ച നടത്തി. അതിൽ S രാജേന്ദ്രൻ സംതൃപ്തനാണ്. അദ്ദേഹം പ്രാദേശിക തലത്തിലുള്ള ചില നേതൃസ്ഥാനം പാർട്ടിയോട് ആവശ്യപ്പെട്ടു. അതിൽ കൂടുതൽ ചർച്ചകൾ ഇനി നടക്കും. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായ ഒരു വിരാമമായിരിക്കുകയാണ്. അദ്ദേഹം ആ മൂന്നാറിലെ ദേവികുളത്ത് നടക്കുവാൻ പോകുന്ന LDF കൺവെൻഷനിൽ പങ്കെടുക്കും. കൺവെൻഷന്റെ നേതൃത്വം വഹിക്കും. അങ്ങനെ ഇടതുപക്ഷ പാളയത്തിലേക്ക് തിരിച്ച് സജീവമായി S രാജേന്ദ്രൻ വരാൻ പോകുന്നു എന്ന വാർത്ത നിലവിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്ന വലിയ ഒരു നാണക്കേടിന് മറുപടിയായി കരുതി വെച്ചിരുന്ന ആയുധം ഇപ്പോൾ നിഷ്പ്രഭമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിലവിലത്തെ സാഹചര്യത്തിൽ S രാജേന്ദ്രൻ പോകില്ല. പ്രാദേശികപരമായ ചില നേതൃത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി, ഇടതുപക്ഷത്തിന്റെ നേതാവായി ദേവികുളത്തെ മുൻ MLA എന്ന സ്ഥാനത്തിൽ LDF-ന്റെ കരുത്തുറ്റ ഒരു നേതൃനിരയിൽ നിൽക്കുന്ന ആളായി തന്നെ ഇടുക്കിയിൽ ഉണ്ടാകും, ദേവികുളത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും
കോൺഗ്രസ് മനക്കോട്ട കെട്ടിയിരുന്നതെല്ലാം തകർന്നടിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് പണ്ട് പോയിട്ടുള്ള നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞു തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പോർമുഖങ്ങളിൽ സജീവമായി നിൽക്കുവാൻ മാത്രമേ നിലവിൽ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ.